എത്ര വലിയ സമ്പന്നരാണെങ്കിലും വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ ضل خاليا وأنت غدا أو بعده في جبعرهم وحيدا فريدا في المقابر ثاويا. നമ്മുടെ വീട്ടിന്റെ മുമ്പിലൂടെ എത്ര ജനാസകൾ കടന്നു പോകുന്നു. എന്താണ് ആ മയ്യത്ത് കട്ടിലേറിപ്പോകുന്ന ജനാസ? ആണാവട്ടെ പെണ്ണാവട്ടെ എന്തും കൊണ്ടാ പോകുന്നത്? അല്പം പഞ്ഞിയും കഫൻ പുടവയുമല്ലാതെ. ഏത് സമ്പന്നയാണെങ്കിലും നൂറുകണക്കിന് പവൻ സ്ത്രീധനം കിട്ടിയ പെണ്ണാണെങ്കിലും അത് കൊടുത്തവനും തെറ്റ്, ആ രൂപത്തിൽ അത് ചോദിച്ചു വാങ്ങിയവനും തെറ്റ്. അതും ഇവിടെ ഇട്ടുകൊണ്ടാ പോകുന്നത്. കാറ് കിട്ടിയവനും 100 ഏക്കർ കിട്ടിയവനും ഏക്കറകൾ കിട്ടിയവനും ആരായിരുന്നാലും ഒന്നുകൊണ്ടും പോകുന്നില്ല. അവരിലേക്ക് പോകുമ്പോ നിന്റെ പിന്നാലെ പലരുമുണ്ട്, മക്കളുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, ധനത്തിന്റെ അവകാശികളുണ്ട്. പക്ഷേ ഖബറിൽ വെച്ച് തിരിച്ചു പോരുകയാണ് എല്ലാവരും. വയബ്ഖാ അമലുഹു, നാം ചെയ്ത നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ദിക്ർ, നമ്മുടെ സ്വലാത്ത്, നമ്മുടെ ഖുർആനോത്ത്, നമ്മുടെ നന്മ കാണൽ, നമ്മുടെ നല്ല സദസ്സിൽ പങ്കെടുത്തത്, നല്ലത് പ്രചരിപ്പിച്ചത്, നല്ല സ്ഥലങ്ങളിലേക്ക് പണം കൊടുത്തത്, ആ രൂപത്തിലുള്ള സർവ്വ അമലുകളും മാത്രം ബാക്കിയായി എല്ലാവരും വിട്ടുപോരുമ്പോ വഅൻത ഗദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം, തൊടികപ്പുലത്തെ ഖബർസ്ഥാനിൽ എത്ര കണക്കിന് മയ്യത്തുകളാണ് മരിച്ചു കിടക്കുന്നത്. എത്രായിരം ഖബറുകളാണ് ഈ പരിസരങ്ങളിലൊക്കെ പള്ളികളിലുള്ളത്. ആരാവർക്കിന്ന് കൂട്ടിനുള്ളത്? ആരാണ് അവരുടെ കൂടെ കിടക്കാനുള്ളത്? ആരാണ് അവർക്കൊരു തനിയായിട്ടുള്ളത്? ആരും ഇല്ലല്ലോ. ഇനി നമ്മളും അങ്ങോട്ടാ പോകുന്നത്. ആ ഖബറിലേക്ക് പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. അവിടെ വെച്ച് കഴിയുമ്പോഴേക്ക് ഈ ശരീരം പ്രദർശിപ്പിച്ച് പത്രത്തിലൂടെ, റിയാലിറ്റി ഷോയിലൂടെ, ഫോട്ടിലൂടെ, മൊബൈലിലൂടെ, ഫേസ്ബുക്കിലൂടെ തന്റെ ശരീരം പ്രദർശിപ്പിച്ച ആ പെണ്ണെ അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും. സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഖബറൊന്ന് തുറന്നു നോക്കിയാൽ 3 ദിവസമാകുമ്പോഴേക്ക് മുട്ട പൊട്ടിയൊലിക്കും പോലെ 2 കണ്ണുകളും കവിൾത്തടത്തിലേക്ക് ഒലിച്ചിറങ്ങി. ശരീരം മുഴുവനും ചിതലരിച്ചു പോയി. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തൊടികപ്പുലത്തെ ഖബർസ്ഥാനിലോ വാണിയമ്പലത്തെ ഖബർസ്ഥാനിലോ ഈ ലോകത്ത് എവിടെയുള്ള ഖബർസ്ഥാനിലും വെച്ച് കഴിയുമ്പോ അതേ ഈ ബോഡി അങ്ങ് നശിച്ചു പോവുകയാണ്. ചതലും പുഴുക്കളും പാമ്പും കാത്തിരിക്കുകയാണ്. ഈ ശരീരമാണ് പ്രദർശിപ്പിക്കുന്നത്. ഈ ശരീരമാണ് കണ്ടോ എന്ന് പറഞ്ഞ് ആണുങ്ങളെ ക്ഷണിക്കുന്നത്. അവരിലേക്കാണ് വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുന്നത്. ഇങ്ങനെ പടച്ച റബ്ബിനെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു യുവസമൂഹം അതേ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ കണ്ട് ഖബറിലെത്തുമ്പോ അവിടെ ചോദ്യമില്ലേ പ്രിയമുള്ളവരെ? മഹ്ശറിലെത്തുമ്പോ പറയണ്ടേ മറുപടി? നിന്റെ ബോഡിയെക്കുറിച്ച് മറുപടി പറയണ്ടേ? അറിവിനെ കുറിച്ച് പറയണ്ടേ? യൗവനത്തെക്കുറിച്ച് പറയണ്ടേ? ആയുസ്സിനെ കുറിച്ച് പറയണ്ടേ? പണത്തെക്കുറിച്ച് പറയണ്ടേ? അവിടെ നിഷേധിക്കാൻ തയ്യാറാകാൻ കഴിയുമോ? വായക്ക് സീല് വെക്കില്ലേ? കൈകൾ സംസാരിക്കില്ലേ? കാൽത്തുട സംസാരിക്കില്ലേ? എല്ലുകൾ സംസാരിക്കില്ലേ? തൊലി സംസാരിക്കില്ലേ? മാംസം പോലും സംസാരിക്കില്ലേ? ആ ഒരു ഭയാനകമായ നാളിനെ ഓർത്തുകൊണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചു തന്നതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ
ആ നിലക്ക് ഉൾക്കൊണ്ട് ജീവിച്ചാലല്ലാതെ രക്ഷയില്ല. ഈ പ്രസംഗം ഇതാ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെക്കോർഡ് ചെയ്യുന്ന മെഷീന് ഇതിന്റെ ക്യാമറക്കൊരൽപ്പം ഭംഗം വന്നാൽ എന്റെ ചില സംസാരങ്ങളും ഞാനുമൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടാതെ പോയേക്കാം. പക്ഷേ സർവലോക പരിപാലകനായ റബ്ബ് അവനേൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെ റെക്കോർഡിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും വിട്ടുപോകുന്നില്ല. റബ്ബിന് ഉറക്കമില്ല, റബ്ബിന് മയക്കമില്ല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. എല്ലാം രേഖപ്പെടുത്തുകയാണ്. കൃത്യമായി നമ്മുടെ ജീവിതം മുഴുവനും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. പരലോകത്തെ വെച്ച് ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോ ആരും അറിയാതെ ഞാൻ ഒപ്പിച്ച പണിയാണ്, ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഇതിലൊരു ചെറുതും വലുതുമായ ഒരു കാര്യങ്ങളും പറയാതെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന നിലക്ക് മനുഷ്യൻ വിലപിക്കുമ്പോൾ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുമ്പോൾ ചെയ്തത് മുഴുവൻ അങ്ങനെ പരസ്യമായി പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ആ നേരത്തതാ മുഅ്മിനീങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. വലത് കൈയിൽ കിതാബ് കിട്ടുന്ന മുഅ്മിനീങ്ങൾ തുള്ളിച്ചാടി മഹ്ശറിലൂടെ മുഅ്മിനീങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയാണ്, കിതാബിയാ, എനിക്ക് കിട്ടിയ കിതാബ് നോക്കടാ, വായിച്ചു നോക്ക്. എന്റെ തൗഹീദുണ്ടതിൽ, എന്റെ സുന്നത്തുണ്ടതിൽ, എന്റെ നിസ്കാരമുണ്ട്, എന്റെ ദിക്റുണ്ട്, എന്റെ ദുആയുണ്ട്, എന്റെ സ്വലാത്തുണ്ട്. ഞാൻ എന്റെ ഉമ്മയെ നോക്കിയതുണ്ട്, ഉപ്പയെ നോക്കിയതുണ്ട്, ഭാര്യയെ സ്നേഹിച്ചതുണ്ട്, ഭർത്താവിനെ സ്നേഹിച്ചതുണ്ട്, അയൽക്കാരോട് ബന്ധം പുതുക്കിയതുണ്ട്. എല്ലാ സൽക്കർമ്മങ്ങളും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട്, അന്ന് സൂക്ഷിച്ചതുകൊണ്ട് ഞാൻ വിജയിച്ചു പോയി. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവനവന്റെ കുടുംബങ്ങളിലേക്ക് മുഅ്മിനീങ്ങളിലേക്ക് സന്തോഷത്തോടെ തുള്ളിച്ചാടി മടങ്ങിപ്പോകുന്നു. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.